നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ റദ്ദാക്കി നടപടി. ചോദ്യപേപ്പർ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് പുതുക്കിയ പരീക്ഷാ തീയതി ഉടൻ പ്രഖ്യാപിക്കും. റദ്ദാക്കിയത് വിശ്വാസ്യത സംരക്ഷിക്കാനെന്ന് NTA. ക്രമക്കേടിൽ കേസെടുത്ത് CBI. ചോദ്യപേപ്പർ ചോർച്ച സംഘടിത അഴിമതിയെന്നും മോദിയുടെ അമൃതകാലം വിഷക്കാലമായെന്നും രാഹുൽ ഗാന്ധി. SFI പ്രതിഷേധത്തിൽ സംഘർഷം. മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അവസാനവട്ട ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളോട് സംസാരിച്ച് രാഹുൽ ഗാന്ധി. തീരുമാനം വൈകുന്നതിൽ മുസ്ലിം ലീഗിന് കടുത്ത അതൃപ്തി. നാളെ രാവിലെ അടിയന്തര നേതൃയോഗം പാണക്കാട് ചേരും. കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ ആൻഡമാൻ തീരത്തെത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യത. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ട്രാൻസ്ഫോമറിൽ തകരാർ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിൽ വൈദ്യുതി തടസ്സപ്പെടും. തകരാർ പരിഹരിക്കാൻ ഒരാഴ്ച സമയമെടുക്കും. തമിഴ്നാട്ടിൽ വിജയുടെ ജോൾസിന് സർക്കാർ നിയമനം നൽകിയത് വിവാദത്തിൽ. റിക്കി രാധൻ പണ്ഡിറ്റ് വെട്ടുവേലിനെ നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി. ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും സമീപമുള്ള മദ്യഷോപ്പുകൾ പൂട്ടാൻ നിർദ്ദേശം. TVKയുടെ JCD പ്രഭാകരെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AIADMK വേലുമണി പക്ഷത്തുള്ള 24 MLA-മാർ. ঈশ্বৰৰ নামত শপত লওঁ যে അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മ. ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ. ചോദ്യപേപ്പർ ക്രമക്കേട് വിവരം പുറത്തു വന്നതിന് പിന്നാലെ ഈ വർഷത്തെ നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കി. മെയ് 3 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമായതോടെയാണ് തീരുമാനം. മെഡിക്കൽ പ്രവേശനത്തിനായി വീണ്ടും പരീക്ഷ നടത്തും. ഇതിനായി വിജ്ഞാപനം ഇറക്കും. പുതിയ ഹോൾ ടിക്കറ്റ് ഉടൻ കുട്ടികൾക്ക് വിതരണം ചെയ്യും. ഒരിക്കൽ പരീക്ഷ എഴുതിയതിനാൽ പുതിയതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതിന്റെയോ ഫീസ് അടയ്ക്കേണ്ടതിന്റെയോ ആവശ്യമില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം AG's ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. AG's ഓഫീസിന്റെ ഗേറ്റ് തകർത്ത പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കവേ പോലീസ് ലാത്തി വീശി. തുടർന്ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും മാർച്ചും ധർണയും നടത്തി. പോലീസുമായി വാക്കേറ്റമുണ്ടായെങ്കിലും സംസ്ഥാന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു.
കേരള മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള അവസാനവട്ട ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളുമായും KPCC മുൻ അധ്യക്ഷന്മാരുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, വിശാല ചർച്ച അങ്ങനെ പുരോഗമിക്കുകയാണ് ഡൽഹിയിൽ. ഇതുവരെ ഹൈക്കമാൻഡിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ചർച്ചകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു, സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഖർഗെ ഇപ്പോൾ വൈകിട്ടോടുകൂടി അങ്ങോട്ടേക്ക് എത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ചർച്ചയുടെ വിവരങ്ങൾ കൂടി. അശ്വതി, മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന് 8ാം ദിവസമാക്കുമ്പോഴും ഹൈക്കമാൻഡ് ചർച്ച തുടരുകയാണ്. ഇന്ന് കേരളത്തിൽ നിന്നെത്തിയ മുതിർന്ന നേതാക്കളുമായി, അതായത് KPCCയുടെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള K മുരളീധരൻ, MM ഹസൻ, കൂടാതെ K സുധാകരൻ എന്നിവരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തി. കൂടാതെ നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ടുള്ള PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, KP അനിൽകുമാർ എന്നിവരുമായും രാഹുൽ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ഒരു നേതാവിനോട് ഏകദേശം ഒരു 4 മിനിറ്റിലധികം രാഹുൽ ഗാന്ധി നേരിട്ട് ചർച്ച നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ കേരളത്തിലെ സാഹചര്യം, ഓരോ നേതാക്കളും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയാണ് പിന്തുണയ്ക്കുന്നത്, ഇവയെല്ലാം രാഹുൽ ചോദിച്ചറിഞ്ഞു. അല്പസമയത്തിനകം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഡൽഹിയിലെത്തും. പിന്നീട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി ചർച്ച നടത്തും. നിലവിൽ VM സുധീരനും ഇപ്പോൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഹൈക്കമാൻഡ് നേതൃത്വം പ്രത്യേകം വിളിപ്പിച്ചതാണ്. നിലവിൽ കേരളത്തിലെ സാഹചര്യം, ഈ നേതാക്കൾ തമ്മിലുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവും അതേ തുടർന്ന് പ്രവർത്തകർ ചേരിതിരിഞ്ഞ് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ, ഇവ സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ VM സുധീരനിൽ നിന്നും ഹൈക്കമാൻഡ് ചോദിച്ചറിയും. നിലവിൽ കേന്ദ്ര നിരീക്ഷകർ പ്രത്യേക റിപ്പോർട്ട് ഹൈക്കമാൻഡിന് മുൻപിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും മുഖ്യമന്ത്രി ആരാണ് എന്ന പ്രഖ്യാപനം നടത്തുന്നതിനുള്ള സ്ഥിതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ഒരു പക്ഷേ ഇന്ന് രാത്രി വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം PC വിഷ്ണുനാഥും K മുരളീധരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രണ്ടുപേരും വ്യക്തമാക്കിയത്, K മുരളീധരൻ ചൂണ്ടിക്കാട്ടിയത് നാളെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും, ഇനി വൈകില്ല എന്നുള്ളതാണ്. PC വിഷ്ണുനാഥ് പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകും, എപ്പോഴൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് PC വിഷ്ണുനാഥും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നേതാക്കളെ ഹൈക്കമാൻഡിനോട് ബോധിപ്പിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ പറയുന്നില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചോ എന്നുള്ളതും ആ തീരുമാനമെടുക്കേണ്ടതും അത് പ്രഖ്യാപിക്കേണ്ടതും ഹൈക്കമാൻഡാണ് എന്ന പ്രതികരണമാണ് K മുരളീധരനും PC വിഷ്ണുനാഥും നടത്തിയിട്ടുള്ളത്. അശ്വതി. ശരി ജിഷ്ണു, ഇന്നോ നാളെയോ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനയാണ് ഡൽഹിയിൽ നിന്നും വരുന്നത്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ നൽകിയത്. മുഖ്യമന്ത്രി പ്രഖ്യാപനം അധികം വൈകില്ലെന്നും ഒറ്റപ്പേരിലേക്ക് എത്തിയോ എന്ന് എനിക്ക് വ്യക്തമല്ല എന്നും കൂടിക്കാഴ്ചയിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞുവെന്നും PC വിഷ്ണുനാഥ് വ്യക്തമാക്കി. അത് ഇന്നിപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റോടൊക്കെ വന്നതിന് ശേഷം നേതൃത്വം തീരുമാനിച്ച് പ്രഖ്യാപിക്കേണ്ടതാണ്. അധികം വൈകില്ലെന്നാണ് വിശ്വസിക്കുന്നത്. അറിയില്ല, നമ്മളോടത്ത് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനോ, നമ്മൾ ആ ലെവലിലുള്ള ഒരാളല്ലല്ലോ. നമ്മളെ വിളിപ്പിച്ചു, ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു, അത്രയേ ഉള്ളൂ. പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ മുസ്ലിം ലീഗ് നേതൃയോഗം നാളെ പാണക്കാട് രാവിലെ 10 മണിക്കാണ് യോഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്ന സാഹചര്യത്തിലാണ് ലീഗ് നേതൃയോഗം ചേരുന്നത്. പ്രഖ്യാപനം വൈകുന്നതിൽ ലീഗ് നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ഇക്കാര്യത്തിൽ ലീഗിന്റെ നിലപാട് യോഗത്തിലെടുക്കും. ലീഗിന്റെ അസംതൃപ്തി കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹമീദ് മാസ്റ്റർ തുറന്നു പറഞ്ഞിരുന്നു. കൂടാതെ മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ കാര്യത്തിലും യോഗം തീരുമാനമെടുക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രത്തിലൂടെയാണ് വിമർശനം. ജനവിധിയെ അപഹസിക്കരുതെന്നും വിമർശനമുയരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി, ജനതയോടുള്ള മര്യാദയില്ലായ്മ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശ്വാസമല്ലെന്നും വിമർശനം. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയലിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ രൂക്ഷ വിമർശനങ്ങളുള്ളത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൊതുജനം കഴുതയാണെന്ന മട്ടിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. കോൺഗ്രസ് അത്തരത്തിലേക്ക് മാറിയെന്നാണ് വിമർശനം. ജനം വിജയിപ്പിച്ചിട്ടും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇതുവരെയും നീങ്ങാത്ത കോൺഗ്രസ് നിഴലാട്ടങ്ങളിൽ അഭിരമിക്കുകയാണ്. ജനം തിരഞ്ഞെടുത്ത 102 MLA-മാർക്കോ അവരുടെ മുന്നണിക്കോ ഒരു നേതാവിനെ ഇതുവരെയും തിരഞ്ഞെടുക്കാനാവാത്തത് കൊള്ളരുതായ്മയാണെന്നും എഡിറ്റോറിയലിലൂടെ പറയുന്നു. ഇപ്പോൾ
നടക്കുന്ന അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികളും ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും എല്ലാം ജനങ്ങളോടുള്ള മര്യാദയില്ലായ്മയാണ്. അവകാശവാദങ്ങളും സമ്മർദ്ദങ്ങളും കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനമോഹികൾ നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നത് ആശാസ്യമല്ല. നേതാക്കളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത നേതൃത്വമോ അതല്ലെങ്കിൽ നേതൃത്വത്തിന് വഴിപ്പെടാത്ത നേതാക്കളാണോ കോൺഗ്രസിന്റെ പ്രതിസന്ധിയെന്ന് ആ പാർട്ടി ആഴത്തിൽ പരിശോധിക്കണമെന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിലെ സമസ്തയുടെ നിലപാട് കൂടെയാണ് എഡിറ്റോറിയലിലൂടെ വ്യക്തമാകുന്നത്. എം രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ചതെന്ന് ജി സുധാകരൻ. വെള്ളാപ്പള്ളി നടേശൻ ചുമ്മാ കയറിയ പദവിയിൽ എത്തിയതല്ല, മലപ്പുറത്തെ അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ സെക്കുലർ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ഇന്ത്യയിൽ കേന്ദ്രത്തിൽ അധികാരത്തിലില്ലെങ്കിലും സെക്കുലർ പാർട്ടികളുടെ ഏറ്റവും വലുത് അവരാണ്. അത് അവരുടേതായ പ്രശ്നങ്ങളാൽ കാരണങ്ങളാൽ അവർ 2 ദിവസം താമസിച്ചതേ ഉള്ളൂ. ഇതൊരു മഹാപാതകമാണെന്നൊന്നും പറയാനൊക്കത്തില്ല. SNDPയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് അദ്ദേഹത്തെയാണ് കണ്ടത്. മലപ്പുറമായിട്ട് അതിന് എന്താ ബന്ധം? അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോണം. അതെന്ന് എല്ലാവരും പറഞ്ഞു. അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോളണം. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായി പറയുന്നത് ശരിയല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. NDAയിലേക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്കുമുള്ള ക്ഷണത്തെ തള്ളി കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPM വോട്ടുകൾ മാത്രമല്ല ചോർന്നിട്ടുള്ളത്, കേരള കോൺഗ്രസ് എം വോട്ടുകളും ചോർന്നിട്ടുണ്ടാകാമെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ പരാജയത്തിന് ശേഷം ശനിയാഴ്ച കോട്ടയത്ത് നടന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ CPM വോട്ടുകൾ ചോർന്നതായി ആരോപണം ഉയർന്നിരുന്നു. വോട്ടുകൾ ചോർന്നിട്ടുണ്ടെങ്കിൽ CPM പരിശോധിക്കണമെന്ന് ചെയർമാൻ ജോസ് കെ മാണി ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നിലപാട് മയപ്പെടുത്തി പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് രംഗത്തെത്തിയത്. CPMന്റെ മാത്രമല്ല കേരള കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഇടതു വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തലെന്ന് സ്റ്റീഫൻ ജോർജ് പറഞ്ഞു. CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ എല്ലാം വോട്ടുകൾ, അതാണല്ലോ എൻ്റെ അർത്ഥം. നമ്മൾ കാണുന്ന റിസൾട്ട് എന്താണ്? 99 സീറ്റ് ഉണ്ടായിരുന്ന LDF 35 സീറ്റിലോട്ട് മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വോട്ട് അപ്പുറത്തെ മുന്നിലേക്ക് മാറാതെ സംഭവിക്കുകയില്ല. അത് കേരള കോൺഗ്രസിൻ്റെയും കാണും, പിന്നെ LDFിൻ്റെയൊക്കെ കാണും, എല്ലാ പാർട്ടിയുടെയും കാണും. കുറച്ച് വോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ്. NDAയിലേക്ക് പോകണം എന്ന തരത്തിൽ ഒരു ചർച്ചയും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആലോചന പോലും ഇല്ല. എന്തിനാ അങ്ങനെ ഇപ്പോൾ ഒരു ചർച്ചയുടെ ആവശ്യമില്ലല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്ത കാര്യങ്ങൾ മുന്നോട്ട് LDF നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം കൂടാൻ തീരുമാനിച്ചു. താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ എല്ലാ കമ്മിറ്റികളും ചേരാനും ഒക്കെ തീരുമാനിച്ചു. പാർട്ടിയുടെ നേതാക്കളെ ചുമതലപ്പെടുത്തി. ആലോചനയില്ലാത്ത സമയത്ത് ക്ഷണിച്ചിട്ടപ്പം അവർക്ക് താല്പര്യം കാണും, നമ്മളത് നിഷേധിക്കാനൊന്നും കഴിയില്ല. അവിടെ ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ. NDAയിലേക്കോ UDFിലേക്കോ പോകില്ല, LDFിൽ തന്നെ ഉറച്ചു നിൽക്കും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നൊരു വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും സർക്കാരുകൾ മാറി വരണമെന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇത്തവണയും സംഭവിച്ചതെന്നാണ് കേരള കോൺഗ്രസിൻ്റെ വിലയിരുത്തൽ. പാർട്ടിയിൽ ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും. പാർലമെന്ററി പാർട്ടി ലീഡർ സ്ഥാനം നഷ്ടപ്പെട്ട ശേഷം നിലവിൽ പാർട്ടിയിൽ സ്ഥാനങ്ങളൊന്നുമില്ലാത്ത റോഷി അഗസ്റ്റിന് ഇതിലൂടെ പുതിയ സ്ഥാനം ലഭിച്ചേക്കുമെന്നും സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് AIADMKയിലെ 24 MLAമാർ. TV ദിനകരന്റെ പാർട്ടിയിലെ ഏക MLA S കാമരാജും TVKയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145 ആയി. അതിനിടെ TVK സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. M രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. തമിഴ്നാട് നിയമസഭയിലെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെ വിജയ്ക്ക് അനുകൂലമാണ്. തമിഴക വെട്ടിക്കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികളായ DMKയും അണ്ണാ DMKയും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് TVKയ്ക്ക് രാഷ്ട്രീയ നേട്ടമായി. M രവിശങ്കറാണ് ഡെപ്യൂട്ടി സ്പീക്കർ. അതിനിടെ തിരുപ്പത്തൂർ MLA ശ്രീനിവാസ സേതുപതി നിയമസഭാ നടപടികളിൽ പങ്കെടുക്കരുത് എന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഒറ്റ വോട്ട് തോൽവിയിലെ DMK ഹർജിയിലാണ് ഉത്തരവ്. ശ്രീനിവാസ സേതുപതി വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കരുത് എന്നും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അണ്ണാ DMKയിലെ 24 MLAമാർ രംഗത്ത് വന്നു. TTV ദിനകരന്റെ പാർട്ടിയിലെ ഏക MLA S കാമരാജും TVKയെ പിന്തുണയ്ക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ഇതോടെ TVK സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 145 ആയി. അതേസമയം സഭയിലെ എല്ലാ അംഗങ്ങളെയും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിർത്തുമെന്നും
തുല്യ അവകാശം ഉറപ്പുവരുത്തുമെന്നും നിയമസഭയിലെ തന്റെ കന്നി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വിജയ് പറഞ്ഞു. அந்த பதவி ஏற்றுள்ள தங்கள் இருவராலும் காப்பாற்றப்படும் என்னும் நம்பிக்கையை மீண்டும் தெரிவித்து என் உரையை நிறைவு செய்கிறேன். நன்றி, வணக்கம். സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിജയുടെ സുപ്രധാന ഉത്തരവും ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. 717 മദ്യശാലകൾ അടച്ചുപൂട്ടാനാണ് ഉത്തരവ്. സ്കൂളുകൾക്ക് സമീപമുള്ള 186, ആരാധനാലയങ്ങൾക്ക് സമീപമുള്ള 276, ബസ് സ്റ്റാൻഡിനടുത്തുള്ള 255 മദ്യശാലകളാണ് അടച്ചുപൂട്ടുന്നത്. 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടണം എന്നാണ് ഉത്തരവ്. തമിഴ്നാട്ടിൽ ആകെ 4765 ടാസ്മാസ് ഔട്ട്ലെറ്റുകളുണ്ട്. അതിൽ 717 എണ്ണമാണ് പൂട്ടുക. മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ മദ്യശാലകളുടെ കണക്കെടുക്കാനുള്ള അനൌദ്യോഗിക നിർദ്ദേശം വിജയ് നൽകിയിരുന്നു. പൊതുജന താൽപര്യാർത്ഥമുള്ള നടപടി എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ജോത്സ്യനായ റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിച്ചു. വിജയ് അധികാരത്തിൽ വരുമെന്ന് 1 വർഷം മുൻപ് പ്രവചിച്ചത് റിക്കി രാധനാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റാലികളിലും മറ്റു വിജയുടെ കൂടെ പങ്കെടുത്തത് വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. TVKയുടെ പേര് വിജയുടെ ജനന വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും പാർട്ടി ഉന്നത വിജയം കരസ്ഥമാക്കുമെന്നും റിക്കി പ്രവചിച്ചിരുന്നു. അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഹിമന്ത ബിശ്വ ശർമ്മ ഗുവാഹത്തിയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി അടക്കമുള്ള പ്രമുഖർ പങ്കെടുത്തു. ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായ 2ാം തവണയാണ് അസം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശ്രീ ഹിമന്ത ബിശ്വ ശർമ്മ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഭരണ തുടർച്ചയുടെയും രാഷ്ട്രീയ കരുത്തിന്റെയും വിളംബരമായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ NDA അവതരിപ്പിച്ചത്. ആകെയുള്ള 102 സീറ്റുകളിൽ 82 സീറ്റുമായി BJP ഗംഭീര വിജയമായിരുന്നു അസമിൽ സ്വന്തമാക്കിയത്. 23 സീറ്റുകളാണ് പ്രതിപക്ഷത്തിന് നേടാനായത്. ഗുവാഹത്തിയിലെ ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് മൈതാനത്ത് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ, വിവിധ NDA ഭരണമുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ പങ്കെടുത്തു. ഗുവാഹത്തിയിലുടനീളം കർശന ജാഗ്രത ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകൾ എല്ലാ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തുടർച്ചയായി 3ാം തവണയാണ് NDA സർക്കാർ അസമിൽ അധികാരത്തിലെത്തുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടേത് 2ാം തവണയും. അസമിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി 2 തവണ മുഖ്യമന്ത്രിയാകുന്ന ആദ്യ കോൺഗ്രസ് ഇതര നേതാവെന്ന ഖ്യാതി ഇതിനോടകം ഹിമന്ത ബിശ്വ ശർമ്മ സ്വന്തമാക്കി. 2016 സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ NDA ഭരണത്തിന്റെ തുടർച്ചയാണിത്. മെയ് 10 ചേർന്ന BJP നിയമസഭാ കക്ഷി യോഗമാണ് ഹിമന്ത ബിശ്വ ശർമ്മയെ മുഖ്യമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുത്തത്. മുതിർന്ന BJP നേതാവ് രഞ്ജിത് കുമാർ ദാസിനെ നിയമസഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കും. 2016 അസമിൽ NDA ആദ്യമായി സർക്കാർ രൂപീകരിച്ചപ്പോഴും അദ്ദേഹം സ്പീക്കർ പദവി വഹിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കാസർഗോഡ് നീലേശ്വരത്ത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുന്ന അനിശ്ചിതകാല സമരം 50 ദിവസം പിന്നിട്ടു. മാർക്കറ്റ് ജംഗ്ഷനിൽ മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധമിരമ്പി. വാഹനങ്ങൾ കടത്തിവിടാനുള്ള നീക്കം അനുവദിക്കില്ല എന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. ആയിരങ്ങൾ വന്നിറങ്ങുന്ന നീലേശ്വര നഗരത്തെ 2ആയി വിഭജിക്കുന്ന എംബാങ്ക്മെന്റ് ഒഴിവാക്കി എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്നു വരുന്ന ജനകീയ സമരം ബഹുജന പങ്കാളിത്തം കൊണ്ട് ശക്തിപ്പെടുകയാണ്. ആകാശപാത ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൽ ടൗണിലെ ഓട്ടോ തൊഴിലാളികൾ, വ്യാപാരികൾ, നീലേശ്വരത്തെ സാംസ്കാരിക സംഘടനകൾ, ആർട്സ് ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്ന് സമരത്തിന്റെ 50ാം ദിവസം മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധിച്ചു. ജനകീയ സമരസമിതി നേതൃത്വത്തിൽ 300ഓളം പേർ അണിനിരുന്ന മനുഷ്യമതിൽ ദേശീയപാത അധികൃതർ, കരാർ കമ്പനി എന്നിവർക്കുള്ള താക്കീതായി മാറി. ആദ്യ DPR അട്ടിമറിച്ച് ആകാശപാത ഒഴിവാക്കി നിലവിൽ നടത്തിയ എംബാങ്ക്മെന്റ് നിർമ്മാണം മൺമതിൽ തീർത്ത് നഗരത്തെ 2ആയി വിഭജിച്ചത് ഗതാഗതത്തിനും വ്യാപാരത്തിനും നീലേശ്വരം നഗരവികസനത്തിനും വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് സമരം ആരംഭിച്ചത്. ഇതുവഴി വാഹനം കടത്തിവിടാനുള്ള NHAI നീക്കം തടയുമെന്നും സമരസമിതി മുന്നറിയിപ്പ് നൽകി. NHAI അധികൃതർ പറഞ്ഞിട്ടുള്ളത് 2 ദിവസം കൊണ്ട് ഈ ഭാഗത്ത് റോഡ് തുറന്നു കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് യാതൊരു കാരണവശാലും സമരസമിതി അതിനെ അനുവദിക്കില്ല എന്ന് ശക്തമായി ഇവിടെ പറയുന്നതോടൊപ്പം തന്നെ
സമരം ഇപ്പോൾ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരം ശക്തമായതോടെ ദേശീയപാതയിൽ നീലേശ്വരം പുഴക്ക് കുറുകെയുള്ള 65 വർഷം പഴക്കമുള്ള പാലം പൊളിച്ച് പുതിയ പാലം പണിയുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ ജനകീയ സമരസമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം നീലേശ്വരം നെടുങ്കണ്ടം മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ കടന്ന് കരുവാച്ചേരി വരെ ആകാശപാത പണിയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സമരസമിതി. നഗരസഭയുടെ തീരദേശ മേഖലയായ കോട്ടപ്പുറം മോർച്ച പ്രദേശങ്ങളിലേക്കും നീലേശ്വരം രാജാ റോഡിലേക്കും പ്രവേശനം സാധ്യമാകാത്ത വിധത്തിലാണ് നിലവിലെ ദേശീയപാത വികസനം. അമൃത ന്യൂസ്, കാസർഗോഡ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. തെക്കൻ കർണാടകയ്ക്ക് മുകളിലായി സമുദ്രനിരപ്പിൽ നിന്നും 5.8 കിലോമീറ്റർ ഉയരത്തിൽ മറ്റൊരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു. ഈ ആഴ്ച അവസാനത്തോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കാൻ സാധ്യത. വില വർധനവ് ആലോചനയിലാണെന്നും സാമ്പത്തിക നഷ്ടത്തിന്റെ കണക്കുകൾ സർക്കാരിനെ അറിയിച്ചതായും എണ്ണക്കമ്പനികൾ പറയുന്നു. ലിറ്ററിന് 5 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഊർജ്ജ പ്രതിസന്ധിയില്ലെന്നും എണ്ണക്കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നതായി എണ്ണക്കമ്പനികൾ സർക്കാരിന് തുടർച്ചയായ റിപ്പോർട്ട് നൽകിയിരുന്നു. വില വർദ്ധിപ്പിച്ചാൽ മാത്രമേ പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് കമ്പനികളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഡീസലിനും പെട്രോളിനും വില കൂടിയേക്കാം. ലിറ്ററിന് 5 രൂപ വരെ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതേസമയം ഇന്ധനവില വർധനവ് ഉണ്ടാകില്ല എന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. നിലവിൽ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്നും എണ്ണക്കമ്പനികളുടെ നഷ്ടം സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. രാജ്യത്ത് നിലവിൽ 60 ദിവസത്തെ അസംസ്കൃത എണ്ണയും 60 ദിവസത്തെ പ്രകൃതിവാതകവും 45 ദിവസത്തെ LPGയും സ്റ്റോക്കുണ്ടെന്ന് ഉന്നതതല യോഗത്തിന് ശേഷം രാജ്നാഥ് സിംഗ് അറിയിച്ചിരുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതുൾപ്പെടെ പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശങ്ങൾ ജാഗ്രതയ്ക്കുള്ള നിർദ്ദേശം മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇറാനുമായുള്ള വെടിനിർത്തൽ നീക്കങ്ങൾ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും അത് അവിശ്വസനീയമാം വിധം ദുർബലമാണെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാന്റെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഇറാൻ ട്രംപിന് മറുപടി നൽകി. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം വിഡ്ഢിത്തമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള തങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാൻ അവതരിപ്പിച്ചിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് ട്രംപിന്റെ പ്രതികരണം. ഇറാന്റെ ആവശ്യങ്ങൾ ട്രംപ് തള്ളിയതോടെ 10 ആഴ്ചക്കാലമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുമെന്നും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഇത് കാര്യമായി ബാധിക്കുമെന്നുമുള്ള ആശങ്ക ശക്തമായിരിക്കുകയാണ്. അതേസമയം ഇറാന്റെ താൽപര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ആവശ്യമായ ഏത് വിധത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. ടെഹ്റാന്റെ നിർദ്ദേശങ്ങൾ ഉത്തരവാദിത്വപരവും ഉദാരപരവുമാണെന്നാണ് ബഖായിയുടെ വിശദീകരണം. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളുടെ US നാവിക ഉപരോധം നിർത്തലാക്കുക, ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തില്ലെന്ന് ഉറപ്പു നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നത്. യുദ്ധനഷ്ടത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഹോർമൂസ് കടലിടുക്കിനുമേലുള്ള ഇറാനിയൻ പരമാധികാരത്തിന് ഊന്നൽ നൽകണമെന്ന ആവശ്യവും ഇതിൽ ഉൾപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശക്തമായ മഴയിൽ കൊല്ലം പുനലൂരിൽ വാഹനത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. നെല്ലിപ്പള്ളി പമ്പിന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനത്തിന് മുകളിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. വാഹനത്തിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. വിവരങ്ങളുമായി സുധീഷ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്നും. സുധീഷ്, എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് ഈ സംഭവം? ആരെങ്കിലും വാഹനത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും അത്തരത്തിലൊരു ആശങ്കയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ ഉള്ളത്. കാരണം ഇതൊരു സർവീസ് സ്റ്റേഷനാണ്. സർവീസ് സ്റ്റേഷന് സമീപം നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിയുടെ മുകളിലേക്കാണ് ഈ ശക്തമായ ഉച്ചയ്ക്ക് ശേഷം ഈ പ്രദേശത്തൊക്കെ ശക്തമായ മഴയും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് അല്പം ഉയർന്ന പ്രദേശത്ത് നിന്നും മണ്ണിടിഞ്ഞ് ആ മണ്ണിനോട് ചേർന്ന് കെട്ടിയിരുന്ന സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുകയും ഈ സർവീസ് സ്റ്റേഷന്റെ കോൺക്രീറ്റ് ഭിത്തിയും ഒക്കെയാണ് ഈ ടോറസ് വാഹനത്തിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. വാഹനത്തിനുള്ളിൽ ഈ സർവീസ് സ്റ്റേഷനിൽ ഒരു തൊഴിലാളി കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള
ഒരു സംശയമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇയാൾക്ക് ആളപായമോ അത്തരത്തിലുള്ള അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാകുന്നുണ്ട്. ആ പ്രദേശത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ അത്തരത്തിലാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇയാളെ പുറത്തിറക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. ഏതായാലും വാഹനത്തിന് മുകളിലേക്ക് ഈ മണ്ണും ഒപ്പം തന്നെ കോൺക്രീറ്റ് ഭിത്തിയും ഇടിഞ്ഞു വീണ് നിൽക്കുന്നതിനാൽ ആളിനെ പുറത്തേക്ക്, അതായത് വാഹനത്തിനുള്ളിൽ സർവീസ് സ്റ്റേഷനിലെ തൊഴിലാളി ഈ വാഹനം സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തെത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഒക്കെ ചേർന്ന് നടത്തി വരികയാണ്. ഏതായാലും അപകടമൊന്നും മറ്റ് ആളപായമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രദേശത്തൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഏതായാലും ഇതിന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വലിയ രീതിയിലുള്ള ഒരു മഴയാണ്. പ്രദേശത്തെ കാറ്റും ഒപ്പം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കിഴക്കൻ മേഖലയൊക്കെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കയിലാണ്. കാരണം പല പ്രദേശങ്ങളിലും വാഹനങ്ങൾ കടപുഴകി വീഴുമെന്ന ഒരു ആശങ്കയും അല്ലെങ്കിൽ അത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദാരുണമായ ഒരു സംഭവം, അതായത് ഈ ടോറസ് വാഹനത്തിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. നിർത്തിയിട്ടിരുന്ന ടോറസ് വാഹനമാണ്. ഒരു സർവീസ് സ്റ്റേഷനായിരുന്നു ഇത്. ഈ സർവീസ് സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിനുള്ളിലെ ഒരു തൊഴിലാളി ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നു എന്നൊരു വിവരമാണുള്ളത്. ഇയാൾക്ക് മറ്റ് ആശങ്കകളൊന്നും പ്രദേശത്ത് ഇല്ലെങ്കിൽ പോലും ഇയാളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തി വരികയാണ്. അശ്വതി. ശരി സുധീഷ്, മണ്ണിടിച്ചിലിനൊപ്പം കൂറ്റൻ കോൺക്രീറ്റും ഭിത്തിയിടിഞ്ഞ് ടോറസിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. JCB എത്തിച്ച് മണ്ണും കോൺക്രീറ്റും ഉൾപ്പെടെ മാറ്റാനുള്ള ശ്രമം തുടരുകയാണ്. ഒപ്പം ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമവും തുടരുന്നു. വിവരങ്ങളാണ് കൊല്ലത്തു നിന്നും സുധീഷ് നൽകിയത്. പാലക്കാട് കുഴൽമന്ദത്ത് ചികിത്സാ പിഴവെന്ന് പരാതി. കുഴൽമന്ദം സ്വദേശിനി അലീമയ്ക്കാണ് ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയതിന് പിന്നാലെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായത്. കുഴൽമന്ദം സാമൂഹികകാര്യ ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. DMOയ്ക്കും പോലീസിലും കുടുംബം പരാതി നൽകി. 2 മാസം മുൻപാണ് കുഴൽമന്ദം സാമൂഹ്യ ആരോഗ്യ ആശുപത്രിയിൽ വയറുവേദനയ്ക്ക് അലീമ ചികിത്സ തേടിയത്. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. അപ്പോൾ തന്നെ കടുത്ത വേദനയുണ്ടെന്ന് നഴ്സിനെ അറിയിച്ചെങ്കിലും അത് കാര്യമാക്കാതെ മടക്കി അയച്ചു. എന്നാൽ പിന്നീട് കാലിന് തളർച്ച സംഭവിക്കുകയും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്തു. കുഴൽമന്ദം PHCയിൽ വീണ്ടും എത്തിയപ്പോൾ വിറ്റാമിൻ കുറവ് മൂലമാണ് ബുദ്ധിമുട്ടുണ്ടായതെന്നും പതുക്കെ ശരിയാകും എന്നും പറഞ്ഞ് മടക്കി അയച്ചതായും കുടുംബം ആരോപിക്കുന്നു. കോൾമന്നം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, പിന്നെ കരുണ മെഡിക്കലിൽ 6 ദിവസം കിടന്നു. അവിടെ കിടന്നപ്പോഴും അവരും അതാ പറഞ്ഞു, മെയിൻ നരമ്പിൽ തട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിന്ന് പറഞ്ഞത്. പിന്നെ ഡെയിലി ഫിസിയോതെറാപ്പി അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല. ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കാൻ പറ്റുള്ളൂ. അലീമയുടെ ഭർത്താവ് ഫിറോസിന്റെ വരുമാനത്തിലാണ് 2 കുട്ടികളടങ്ങുന്ന ഈ കുടുംബം കഴിയുന്നത്. നിലവിൽ ഫിറോസിനും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. തുടർ ചികിത്സയ്ക്ക് എങ്ങനെ പണം കണ്ടെത്തും എന്ന ആശങ്കയിലാണ് കുടുംബം. ചികിത്സാ പിഴവ് ചൂണ്ടിക്കാട്ടി DMOയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഡ്യൂട്ടി ഡോക്ടർക്കും നഴ്സിനും ആശുപത്രി സൂപ്രണ്ടിനുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. അവർ സമ്മതിക്കുന്നില്ല. അവർ വിറ്റാമിൻ്റെ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നത്. ഈ വിറ്റാമിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇത് മുമ്പ് ഉണ്ടാവണമല്ലോ. ഈ ഇഞ്ചക്ഷൻ വെക്കാത്ത മുമ്പ് ഇതുപോലെ നടക്കൽ കംപ്ലൈൻറ്റ് വരണമല്ലോ. ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ വെച്ച പിന്നെയാണ് ഈ കംപ്ലൈൻറ്റ് ഉള്ളത്. സംഭവത്തിൽ DMO വിശദ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കുഴൽമന്ദം പോലീസിനും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, പാലക്കാട്. സ്കൂൾ തുറക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ പുതിയ ബാഗും ബുക്കും യൂണിഫോമും പുതിയ പ്രതീക്ഷകളുമൊക്കെയായി അധ്യയന വർഷത്തെ വരവേൽക്കാൻ കുട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതോടെ സ്കൂൾ വിപണിയും സജീവമാണ്. ആലപ്പുഴ ജില്ലയിൽ ജില്ലാ പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്കൂൾ മാർക്കറ്റിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലാ പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ AN പുരത്തെ TD സ്കൂളിൽ ആരംഭിച്ച സ്കൂൾ മാർക്കറ്റിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ്. പൊതുവിപണിയെ അപേക്ഷിച്ച് വമ്പിച്ച വിലക്കുറവാണ് ഇവിടെ തിരക്കേറുവാൻ കാരണം. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെല്ലാം ലഭ്യമാണെന്നതും തിരക്ക് കൂട്ടുന്നുണ്ട്. ഡിജിറ്റൽ പെൻസിൽ ബോക്സ് മുതൽ പ്രിന്റഡ് ബാഗ് വരെയുള്ള ഈ വിപണിയിൽ കാർട്ടൂൺ ചിത്രങ്ങൾ പതിപ്പിച്ച ബാഗുകളാണ് ഇവയിൽ ആകർഷകം. മാർവൽ സൂപ്പർ ഹീറോസ് മുതൽ ഡിസ്നി ക്യാരക്ടേഴ്സ് വരെ ബോട്ടിലുകളിലും ബാഗുകളിലും ഇടം പിടിച്ചിട്ടുണ്ട്. ജെൻസി, ജെൻ ആൽഫ കുട്ടികളുടെ ഹൃദയം കവർന്ന ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെ താരങ്ങൾ. 2020 മുതൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രാൻഡഡ് ഉൽപ്പന്നം മാത്രമാണ് നമ്മുടെ ഈ സ്കൂൾ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാവുക. അത് 20% മുതൽ 40% വരെ വിലക്കുറവാണ് നമുക്ക് ലഭ്യമാവുക. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ പൊതുജനങ്ങൾക്കും
ഈ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഒരു ഇരട്ടിയിലധികം ആളുകളാണ് നമുക്ക് പുതിയതായിട്ട് ഈ സ്കൂൾ മാർക്കറ്റിലേക്ക് വരുന്നത്. രാവിലെ 10 മണി മുതൽ 5 മണി വരെ 20 മുതൽ 40% വരെ വിലക്കുറവിലാണ് സ്കൂൾ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. പഠന സാമഗ്രികൾക്ക് പുറമെ മഴക്കോട്ടുകൾ, വിവിധതരം കുടകൾ എന്നിവയും പോലീസ് സഹകരണ സംഘത്തിന്റെ ഈ മാർക്കറ്റിലുണ്ട്. കുട്ടികൾക്ക് പുറമെ മുതിർന്നവർക്കുള്ള റെയിൻകോട്ടുകളും ഇവിടെ ഉണ്ട് എന്നതും ആവശ്യക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ മാർക്കറ്റുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കുറഞ്ഞ വിലയിൽ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിനാൽ ഇക്കുറിയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഇഷ്ടയിടം ഈ സ്കൂൾ മാർക്കറ്റ് തന്നെയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.